ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചുരിദാറിൻ്റെ മെറ്റീരിയലുകളൊക്കെ വാങ്ങിക്കുന്നവരാണല്ലേ. ചുരിദാർ സെറ്റായിട്ട് വാങ്ങിക്കും, അല്ലാതെ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ചുരിദാർ സെറ്റായിട്ട് മേടിക്കുന്നത്, അതായത് ടോപ്പിൻ്റെ തുണി, പാൻറ്റിൻ്റെ തുണി, അതുപോലെ ഷോള്, അല്ലെങ്കിൽ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും മാത്രമായ തുണികൾ. ഷോളില്ലാണ്ട് കോട്ട് സെറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ മുറിച്ച് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിപ്പോൾ 2.5 മീറ്റർ വേണം, അല്ലെങ്കിൽ ഇന്ന വീതിയുള്ള തുണി വേണം, 44 ഇഞ്ച് വീതി വരുന്ന തുണി വേണം, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് വെക്കണമെങ്കിൽ എനിക്കൊരു 2.25 മീറ്റർ വേണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുറിച്ച് വാങ്ങിക്കാം. പക്ഷേ ഇതുപോലെ സെറ്റായിട്ട് വാങ്ങിക്കുന്ന തുണി വാങ്ങിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതിനകത്ത് അവർ കുറച്ച് തുണി വെച്ചിട്ടുണ്ടാവും. മിക്കവാറും 2.5 മീറ്റർ ക്ലോത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ചിലർക്ക് 3/4 സ്ലീവ് വേണം, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് വേണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽ വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് കൈക്കൊക്കെ വെട്ടിക്കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് നല്ല ലെങ്തിൽ സ്ലീവ് കിട്ടും, എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം, നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ക്ലാസ്സുകൾ, അതായത് ചുരിദാറിൻ്റെ, ഫ്രോക്കിൻ്റെ, അതുപോലെ വെരി ബിഗിനേഴ്സിനുള്ള ക്ലാസ്സുകൾ, നൈറ്റിയുടെ ക്ലാസ്സുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ആപ്പ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ചുരിദാറിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ കുറഞ്ഞ ഒരു മന്ത്ലി ഫീസിൽ നമ്മുടെ എല്ലാ കോഴ്സുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ആപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ ക്ലാസ്സുകളുണ്ട്, അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏകദേശം 8-10 മണിക്കൂറോളം വരുന്ന ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ നൈറ്റിയുടെയും ഫ്രോക്കിൻ്റെയും ഒക്കെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചുരിദാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ക്ലോത്ത് എങ്ങനെ എടുക്കണം എന്ന് തുടങ്ങിയുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. നമ്മൾ ഒരു ഷോപ്പിൽ പോയി ക്ലോത്ത് സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ, സ്റ്റിച്ച് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത് കേട്ടോ. ഇത് നെക്കിൻ്റെ പോർഷനാണ് വരുന്നത്. ഇതേ കണ്ടോ. നമ്മൾ നോർമലി എങ്ങനെയാണ് ഇതുപോലെ കൃത്യം 2 തുണി മടക്കി ഇടുന്നു. എന്നിട്ട് കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ മടക്കി, അല്ലേ, ഇങ്ങനെ കൃത്യം പകുതിയായിട്ട് മടക്കിയിട്ടാണ് ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മുറിഞ്ഞ പോർഷൻ വരും, നമ്മുടെ അടുത്ത് മുറിയാത്ത പോർഷൻ വരും. അങ്ങനെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അല്ലേ. പക്ഷേ ഇതുപോലെ പ്രിൻ്റുള്ള നെക്കിൻ്റെ ഭാഗത്ത് വർക്കൊക്കെ വരുന്ന ക്ലോത്തുകളാണെങ്കിൽ, നെക്കിൻ്റെ ഭാഗത്ത് വർക്ക് വരുമ്പോൾ നമ്മൾ അത് കണക്കാക്കി വേണമല്ലോ കട്ട് ചെയ്യാനായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ക്ലോത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ കട്ട് ചെയ്യുക. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് നെക്കിൻ്റെ ഡിസൈൻ നോക്കുക. നെക്കിൻ്റെ ഡിസൈൻ അനുസരിച്ച് വേണം നമ്മൾ ക്ലോത്ത് മടക്കി ഇടാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ 2 സൈഡിലുമായിട്ട് വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യം സെൻറ്റർ നോക്കി ഇങ്ങനെ കണ്ടോ, പകുതി വീതം വരത്തക്ക രീതിയിൽ കൃത്യം സെൻറ്റർ നോക്കി ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടോ, ഈ ഡിസൈൻ വരത്തക്ക രീതിയിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഡിസൈൻ കണ്ടോ, ഈ താഴത്തെ ഡിസൈൻ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ഈ ക്ലോത്ത്. അപ്പോൾ ആ ഡിസൈനിൻ്റെ മുകളിലേക്ക് ഇത് വരത്തക്ക രീതിയിൽ കൃത്യമായിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കി വെക്കുക. നോർമൽ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ മേടിക്കുമ്പോൾ എങ്ങനെയാണ്, 2 ക്ലോത്തും ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിടും. അതുപോലെ തന്നെ ഈ എഡ്ജിലും ഒരുപോലെ വരത്തക്ക രീതിയിലാണ് മടക്കി വെക്കുന്നത്. അതായത് നെക്കിന് ഡിസൈൻ ഇല്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ, ഇത് നെക്കിന് ഡിസൈനുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ അനുസരിച്ചിട്ട് വേണം മടക്കി വെക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഏറ്റക്കുറച്ചിലുകൾ വരും, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ഇവിടെ ചിലപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്നതല്ലേ അവർ, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ഇതിന് തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടോ, ഈ ഭാഗത്തിരി വീതി കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കണ്ട. നമ്മൾ ഈ ഡിസൈൻ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് വരത്തക്ക രീതിയിലാണ് ഈ ഡിസൈൻ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് ക്ലോത്ത് ആദ്യം മടക്കിയെടുക്കുക. അതുപോലെ ഇത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ, ബാക്ക് പോർഷൻ്റെ ക്ലോത്ത് നമ്മളിപ്പോഴേ എടുത്തിട്ടില്ല. ഇനി അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൃത്യമായ അളവനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മീതെയായിട്ട് വെക്കുക. കണ്ടോ, കൃത്യമായിട്ട് മീതെയായിട്ട് വെക്കുക. അതിനുശേഷം ഇത് ട്രേസ് ചെയ്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കണം, ലൈനിങ് ക്ലോത്തിൻ്റെ ഇറക്കം വരുമ്പോൾ നമ്മളെപ്പോഴും ലൈനിങ് ക്ലോത്തിന് ഒരു 2 ഇഞ്ച് ഇറക്കം കുറച്ചായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടി കണക്കാക്കി ലെങ്ത് 2 ഇഞ്ച് കൂടി ലെങ്തിൽ
ഇത് കൃത്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഫ്രണ്ട് പീസും മാത്രം. മനസ്സിലായോ? ഇനിയും നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് തുണി അല്ലേ, ഈ ഫ്രണ്ട് പീസ് ഇവിടം വരെയാണ് കട്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ ബാലൻസ് തുണി വരുമ്പോൾ ബാക്ക് പീസ് ഇതേ ഇങ്ങനെയാണ്. ബാക്ക് പീസിന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാക്ക് പീസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്ക് പീസ് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇടണ്ട. കാരണം അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സ്ലീവ് തികഞ്ഞു എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ദേ ഇതുപോലെ ബാക്ക് പീസ് ഇങ്ങനെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൃത്യമായിട്ട് മടക്കിയെടുക്കുക. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു, അതിനുശേഷം താഴെ വരുന്ന ബാക്കി ഭാഗം. ഓക്കെ, ബാക്ക് പീസ് കണ്ടോ, നമ്മളിങ്ങനെ ലൈനിങ് ക്ലോത്ത് കൃത്യമായിട്ട് വെക്കുക. ലൈനിങ് ക്ലോത്ത് ഇതേ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതാണ് കണ്ടോ, അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ താഴത്തെ ഭാഗത്തായിരിക്കും ഏറ്റവും വീതി കൂടുതൽ വരുന്നത് അല്ലേ, ഈ പോർഷൻ. അപ്പോൾ ഇതിൻ്റെ കണക്കാക്കി കൃത്യമായിട്ട് നമ്മൾ ഒന്നുകൂടി മടക്കുക. അല്ലാതെ തുണിയുടെ സെൻറ്റർ അനുസരിച്ച് മടക്കി ഇടണ്ട. മനസ്സിലായി? അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോത്ത് കിട്ടും. ഈ സൈഡിൽ നമുക്ക് സ്ലീവിന് വെക്കാനുള്ള ക്ലോത്ത് കിട്ടും. ഓക്കെ, അതുപോലെ ഹൈറ്റ് കൂടിയ ആൾക്കാർക്കും ഹൈറ്റ് കുറഞ്ഞവർക്ക് ഒരു പക്ഷേ ഈ സൈഡിൽ നിന്ന് സ്ലീവ് കിട്ടിയെന്നിരിക്കും. ഒരു 3/4 സ്ലീവൊക്കെ വണ്ണം കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് സാമാന്യം നല്ല തുണിയാണെങ്കിൽ കിട്ടിയെന്നിരിക്കും. പക്ഷേ ഹൈറ്റും വണ്ണവും ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ബ്രാൻഡഡായ ക്ലോത്തുകൾക്ക് മാത്രമേ, മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് അത്രയും ക്ലോത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ കണ്ടോ, ഇതുപോലെ. അപ്പോൾ അല്ലാത്ത ക്ലോത്തുകൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാൽ നമുക്ക് നല്ല സ്ലീവ് തന്നെ തികഞ്ഞ് കിട്ടും കേട്ടോ. ദേ കണ്ടോ, ബാക്ക് പീസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതേ ബാക്ക് പീസിന് നമ്മൾ ഇത്രയും ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ബാക്കി ദേ ഇത്രയും പോർഷൻ, ദേ ഇത്രയും ക്ലോത്ത് നമുക്ക് ദേ ഈ ബാക്ക് പീസിൻ്റെ ഇത്രയും ക്ലോത്ത് നമുക്ക് കണ്ടോ, ഈ ഫുള്ളായിട്ട് ഇത്രയും നീളത്തിലും ഇത്രയും വീതിയിലും നമുക്ക് സ്ലീവിന് കിട്ടും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്ത് വെട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും തയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതല്ല, നിങ്ങൾ കൃത്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് കൃത്യം പകുതിയാക്കി മടക്കിയിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാലൻസ് ഇത്രയും തുണിയേ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? ഈ വീതിയെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ നല്ല ലെങ്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് തോന്നുന്നു അത്ര വണ്ണമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 36-38 വരെ ചെസ്റ്റ് സൈസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ ഫുൾ സ്ലീവ് തന്നെ കിട്ടും. ഈ ക്ലോത്തിൽ നിന്നും ഒരു 43-44 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് തന്നെ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചുരിദാർ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സും പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചൊക്കെ തയ്ക്കുന്ന ആൾക്കാർക്കും ഒക്കെയും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ തീർച്ചയായും ഈ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പിൽ ഈ ലിങ്ക് വഴി കയറി നോക്കുക.